എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് 2025 ആദ്യത്തെ ദിവസമാണ്. അതെന്ന് വെച്ചാൽ ജനുവരി 1. അപ്പോൾ ഇന്ന് നമുക്ക് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ. പക്ഷേ എന്നാലും വലിയ ആരും ഇതില്ല, എന്നാലും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഏതായാലും ആദ്യം മദ്രസക്ക് പോകണം. എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ രാവിലെ മദ്രസക്ക് പോവുക, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ മദ്രസക്ക് പോകാൻ വേണ്ടി മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ആയി വന്നിട്ട് ഒരു 4-5 ദിവസമായി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനു മുമ്പ് ഇട്ട 2 വീഡിയോസ് അങ്ങനെ വലിയ രീതിയിൽ ഓടിയിട്ടൊന്നുമില്ല. അപ്പം അതിലേക്ക് സങ്കടമായി. ഞാൻ പിന്നെ വീഡിയോ ഇടാൻ പിന്നെ ഇങ്ങനെ നേരെ എനിക്കൊരു മടി പിടിച്ച്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതാ മദ്രസക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂൾ തുറക്കണം എന്നൊക്കെ വീഡിയോ എടുത്തിനി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ സങ്കടം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും അപ്ലോഡ് ചെയ്യണില്ല. അപ്പോൾ ഇതാ ഞാൻ മദ്രസക്ക് വേണ്ടി റെഡി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മദ്രസക്ക് പോയിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ ഞാൻ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വീട്ടിലോട്ടൊക്കെ നല്ല സൂര്യപ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മദ്രസ 7 മണിക്ക് വരും, സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾ 6 മണി to 7 മണി വരെയാണ് നിൽക്കുക. 7 വരെ മദ്രസ ഉണ്ട്, പക്ഷേ ഞങ്ങൾ 7 മണിക്ക് വരും. അപ്പോൾ ഇതാ ടോമിയും ഡീക്കൊക്കെ ഒരേ കിടുത്തത്തിലാണ് ഇവിടെ. പിന്നെ ഈ പൂച്ചക്കുട്ടിക്ക് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ പ്രത്യേകമായിട്ടൊന്നും പറയണില്ല. അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ എന്നും രാവിലെ ഇതേപോലെയാണ് ഉണ്ടാവുക. നല്ല വെളിച്ചം കുതിക്കുന്ന സമയത്ത് പൂച്ചകളൊക്കെ ഇങ്ങനെ കൊലായിൽ സ്റ്റെപ്പ് മുതൽ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ടോമി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ടോമി ഇങ്ങനെ ക്യാമറയ്ക്ക് ഇങ്ങനെ മണത്ത് ഇങ്ങനെ വരിക കേട്ടോ. എന്താ ഇപ്പോൾ കാട്ടണം, എൻ്റെ മടിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് സംഗതി. അപ്പോൾ അത് ക്യാമറ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ മണത്തൊക്കെ നോക്കുന്നുണ്ട്. എന്നോട് കുറേ ആൾക്കാർ കുറേ വീഡിയോൻ്റെ റിക്വസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യും, പക്ഷേ കുറച്ച് നേരം വെക്കും. മെയിനായിട്ട് വരുന്ന ഇതൊക്കെ തന്നെയാണ്, ഡേ ഇൻ മൈ ലൈഫും സ്കൂൾ ഡേ ഇൻ മൈ ലൈഫും. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. ഞാനും അധികം ആളുകളെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ റീസെൻ്റ്ലി നല്ല റിക്വസ്റ്റ് വരുന്നതാണ്, എക്സാം പേപ്പർ കിട്ടിയോ, മാർക്കൊക്കെ എങ്ങനെയുണ്ട്, ഒരു വീഡിയോ ഇടുമോ എന്നൊക്കെ. പേപ്പറൊക്കെ കിട്ടി, പക്ഷേ വലിയ മാർക്കൊന്നുമില്ല. അതെല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും വലിയ രീതിയിൽ മാർക്കൊന്നുമില്ല. അത് ഞാൻ മെനക്കെട്ടിട്ടില്ല, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മാർക്കുണ്ട്. ഞാൻ വേണമെങ്കിലൊക്കെ വീഡിയോ ഇടാം. എക്സാം പേപ്പർ വീഡിയോ ഇടാൻ ചെറിയ മടിയും ചമ്മലൊക്കെ ഉണ്ട്, കാരണം മാർക്കൊക്കെ കുറവാണ്. അപ്പോൾ ഇനി എക്സാം പേപ്പർ റിസൾട്ടിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക. അപ്പോൾ മെയിൻ മാർക്ക് കുറയാനുള്ള കാരണം ഞാൻ മെനക്കെട്ടിയില്ല, പക്ഷെ ഞാൻ മെനക്കെട്ടതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയാണ്. പിന്നെ SS-ലാണ് പിന്നെ ഒരു സങ്കടമായത്. അപ്പോൾ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കമൻ്റ് ആക്കി. അപ്പോൾ ഞാൻ പിന്നെ മേലെ വന്നിട്ട് യൂണിഫോമൊക്കെ അയൺ ചെയ്യാണ്. ഞാൻ ഒരു പണിയും ഇന്നലെ ചെയ്ത് വെച്ചില്ല. പൊതുവെ ചിലപ്പോൾ തലേന്നൊക്കെ യൂണിഫോം അയൺ ചെയ്യാനുള്ള ചെയ്യും, ബുക്ക് എടുത്ത് വെക്കും, അങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഇന്നലെ ഒന്നും ചെയ്തില്ല. ഇന്നലെ എല്ലാവരും പ്രൊഡക്റ്റീവ് ആകുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു പണിയും ചെയ്യാതെ തേരാപ്പാര എഴുതിയും കൂടി ഹോംവർക്കുകൾ കൂടി എഴുതാതെ ഞാൻ തേരാപ്പാര നടന്നിക്കുക ചെയ്തത്. കഴിച്ച ലാസ്റ്റ് ദിവസമല്ലേന്ന്. ഇന്നെനിക്ക് നന്നാവും മീൻസ് അങ്ങനെയല്ല, ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കണം എന്നുണ്ട്. പക്ഷേ കയ്യെന്നൊക്കെ തോന്നില്ല. ഞാൻ ക്ലിയർ ആയിട്ടുള്ള കലണ്ടർ, അതേപോലെ തന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ചെയ്യുക, അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഏതായാലും അതെനിക്ക് ചെയ്യണം. പക്ഷെ എന്നാലും അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ ബുള്ളറ്റ് ജേണലൊക്കെ സെറ്റാണ്, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബുള്ളറ്റ് ജേണലൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, അപ്പോൾ അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതാ ഞാൻ യൂണിഫോം അങ്ങനെ അയൺ ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് ന്യൂ ഇയർ ആണ്. ഇന്ന് ജനുവരി 1 തീയതിയാണ്. അപ്പോൾ എനിക്ക് ഏതായാലും സ്കൂളിൽ പോകാൻ നേരമായിട്ടുണ്ട്. 9 മണിക്ക് ഞാൻ ഇവിടുന്ന് 9:10 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. കുളിച്ചിട്ടും ഇല്ല, മാറ്റിയിട്ടും ഇല്ല. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നേരം വൈകി. പിന്നെ ഏതായാലും ഞാൻ പണികളൊക്കെ തീർത്തിട്ട് ഇപ്പോൾ വരാം. കളിൽ കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓടിച്ച് വിട്ട് കാണിച്ചു തരാം. എനിക്കത് ചെയ്യുന്നത് വീഡിയോ എടുക്കാനുള്ള നേരമല്ലേ. ഇനി ഞാൻ കുറേ അവിടെയും ഇവിടെയൊക്കെ
ഇങ്ങനെ നോക്കി നിന്ന് സമയം പോക്കിന്. അപ്പോൾ അത് മടക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇനി കൊണ്ടുപോയി വെക്കണം. ബെഡൊക്കെ ക്ലീൻ ചെയ്യണം, പിന്നെ അതാ മാഷ് ക്ലീൻ ചെയ്യണം, പിന്നെ മുറ്റൊക്കെ അടിച്ചു തരാം. അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ പണികളാണ്. അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതാ ചായയൊക്കെ കുടിച്ച് ചപ്പാത്തി നല്ല ചെമ്മീൻ വരട്ടിയതുമായിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവരും നന്നാവണ ഭാഗമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടൂല, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കല്ലേ ചെയ്യുക. ഞാനിന്ന് വിചാരിച്ചു നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. ഇതിനു മുമ്പ് സ്കൂൾ 9th തുടക്കത്തിൽ ഞാൻ ഇടുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ഇടില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ട് ഇടാൻ. പിന്നെ ഞാനങ്ങനെ ഡാസ്ലർ 025 അത്ര കണ്ട് ഇടലില്ല. ബിക്കോസ് എനിക്ക് എന്താ വെച്ചാൽ അത് ഇടാഞ്ഞിട്ട് ഇങ്ങനെ അത് എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആവണ പോലെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് ഒന്നിൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ഫേസ് ബ്രൈറ്റനായി. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ചമ്മലായിട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് പീരീഡ് ആയപ്പോഴത്തേന് ലിപ്സ്റ്റിക്കൊക്കെ മായ്ച്ച് തോത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂ ഇയർ ആണ് ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ കാസിയോൻ്റെ വാച്ച് ഇട്ടു, അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ന്യൂ ഇയർ ആയതുകൊണ്ട് എടുക്കണേ ഇതിനി എന്നും ഇടൂല കേട്ടോ, ഇത് ഇന്ന് മാത്രം. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ പൊതുവെ ഇപ്പം വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഇടാം, എന്തെങ്കിലും കലോത്സവം, സ്പോർട്സ് അങ്ങനത്തേനൊക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ന്യൂ ഇയർ ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് ചെയ്യുന്ന മൂന്നാമത്തെ കാര്യമാണ് ഇത്. ഇന്ന് ഞാൻ എൻ്റെ ഓഗിൻ്റെ ഷൂ ആണ് ഇടുന്നത്. ഞാൻ എൻ്റെ അമ്മേനോട് കുറേ കാലമായി ഞാൻ ചോദിക്കണേ, ഇമ്മ ഞാൻ ആ ഷൂ ഇടട്ടെ എന്ന്. ഇമ്മ അങ്ങനെ സമ്മതിച്ചില്ലേന്. പക്ഷേ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇമ്മ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് ആ ഷൂ ഇടാൻ വിചാരിച്ചു. പക്ഷെ എന്നും ഇടൂല, കാരണം അതിൻ്റെ ആ ഷൂവിന് എന്തൊക്കെയോ കേടുപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും തല്ലിപ്പൊളി ആവാനായിന്. പക്ഷെ എന്നാലും അത് വെറുതെ ഒന്നും കൂടി കേടെടുത്തണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ ഇടൂല. പക്ഷെ ഒരു പ്രാവശ്യം വെറുതെ ഞാൻ സ്കൂളിലോട്ട് ഇടാച്ചു. അതിട്ടപ്പോൾ ഞാൻ നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും ഞാൻ സ്കൂളിൽ പോയിട്ട് പോരാ. അങ്ങനെ പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ പോയ കോലല്ല വന്നപ്പോൾ ഉള്ളത്. അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഏക്കാരം. ലിപ്സ്റ്റിക് ഇങ്ങനെ അലയോ ഒഴിവാക്കിയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിയായിട്ടൊക്കെ ഒന്ന് മുഖം കേൾക്കിയിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ കൈമത്തെ വാച്ച് നിങ്ങൾ ശ്രദ്ധിക്കും, എന്താ പെട്ടെന്നൊരു വാച്ച് മാറിയെന്ന്. അത് ഞാൻ പിന്നെ കാസിയോ ഇട്ടാണ് പോയി, മീൻസ് ഇതിൻ്റെ കയ്യിലുണ്ട്, ഇതിൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കാസിയോ മാറ്റിയാണ്ട് പിന്നെ ഈ വാച്ച് ആക്കിനിട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഏതായാലും എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറാൻ എനിക്ക് വളരെയധികം മടിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എന്താട്ടി, ആദ്യം പോയി TV ഇട്ടു. എനിക്ക് ഭയങ്കര ക്ഷീണം, മീൻസ് എനിക്ക് ഫുഡ് കഴിക്കാൻ വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ TV ഒക്കെ ഇട്ട് ഫുഡൊക്കെ എടുത്ത് ഞാൻ TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. ഫുഡിന് എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഞണ്ട് വരട്ടിയതും ചോറും പിന്നെ അതേപോലെ തന്നെ പയറുപ്പേരിയും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ആയിട്ട് ഞാൻ ഡൈനിങ് ഹാളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതോ ആളൊരു വ്ളോഗാണ് ഇട്ടിട്ടുള്ളത്, ഏതാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വ്ളോഗ് കണ്ടുകൊണ്ട് ഏതായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത് അലിയ സ്കൂളിട്ട് വരുന്നുണ്ട്. ഓളെ പപ്പയാണ് ഇങ്ങോട്ട് ആക്കിയിട്ടുള്ളത്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ഊക്ക് കളറാണ്. പിന്നെ അതാ ഓൾ വൈകുന്നേരമൊക്കെയുള്ള സ്നാക്സൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ വൈകുന്നേരം ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഈ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടന്ന് ഫോൺമ കളിക്കുകയാണ്. ഫോൺമ കളിക്കുക മീൻസ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോസ് കുറേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുറേ ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ലിയ അതവിടെ കളിക്കുകയാണ്. അങ്ങനെ പിന്നെ നല്ല ഇരുടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിതാ കുന്നോളം ചെറിയ ചെറിയ പണികൾ കുന്നോളം ഉണ്ട്. എന്താ വെച്ചാൽ തിരുമ്പിയത് മടിക്കേക്കാളൊക്കെ ഒരു അട്ടിക്കുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി ഏതായാലും പ്ലാനർ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. എന്ന് വെച്ചാൽ നമ്മളെ ബുള്ളറ്റ് ജേണലൊന്ന് ഇന്നത്തെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഇന്നത്തേക്കുള്ള പ്ലാനറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഏകദേശം ചെയ്തു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുക അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ ഇനി നാളത്തോട്ടുള്ളത് ഞാൻ അതിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള ഒരു സെക്ഷനിലും നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കുകയാണ്. പിന്നെ അതേപോലെ ഹാബിറ്റ് ട്രാക്കറിൽ ഞാൻ ഇന്ന് രാവിലെ എത്ര മണിക്ക് നീച്ചു, പഠിച്ചോ, അങ്ങനെയൊക്കെ ഓരോന്ന്. രാവിലെ നീച്ചതൊക്കെ ക്ലിയറായി, പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഞാൻ കളർ ചെയ്തിട്ടുമില്ല. പിന്നെ സ്കിൻ കെയർ ചെയ്ത് വെച്ചപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഇല്ലെങ്കിലും അലവല
ഒരു അലവലല്ല, ഒരു അല്ലറ ചില്ലറ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി കൊടുക്കുകയാണ്, കളർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അടുത്തത് മൂഡ് ട്രാക്കറാണ്. അതും ഞാൻ അതേപോലെ തന്നെ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു, അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വർക്ക് ചെയ്താണ്, മീൻസ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താണ്ട്, അപ്പോൾ അതൊക്കെ എഴുതി. പിന്നെ എൻ്റെ ഇപ്പം അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ സ്നിക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. എനിക്ക് ചെറിയൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മളെ നെല്ലിക്കയില്ലേ, ആ നെല്ലിക്ക ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒഴിവാക്കുക, അങ്ങനത്തെ ഒരു പണി എൻ്റെ അമ്മക്ക് തന്നാണ്. ഇമ്മക്ക് എന്തോ അച്ചാറെന്തോ ഉണ്ടാക്കാനാണ്. അപ്പം ആ പണി ഞാൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിൽ വന്നിക്കാണ്, എന്താ വെച്ചാൽ എനിക്ക് TV കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യാലോ. അപ്പം ഞാൻ സ്ക്വിഡ് ഗെയിമാണ് കാണുന്നത്. സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 ഇറങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റെ മലയാള എക്സ്പ്ലനേഷൻ്റെ വീഡിയോ ഞാൻ കാണാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ ഏകദേശം കണ്ട് തീർത്ത് അപ്പോൾ ഇതാ ഞാനിങ്ങനെ അട്ട നോക്കി നടക്കുകയാണ്. ഇനിയും ഏതെങ്കിലും മൂവിയൊക്കെ ഇടണം. പിന്നെ എനിക്ക് ചെറിയ പണിയൊക്കെ ഉണ്ട്, എനിക്ക് തിരുമ്പിയതൊക്കെ മടക്കി വെക്കാണ്ട്, അങ്ങനത്തെ ഓരോ പണികളൊക്കെ ഉണ്ട്. പിന്നെ നാളെ ഇപ്പോൾ ഏതായാലും സ്കൂളില്ല, എന്തോ മന്നഞ്ചേന്തി എന്തോ ആണ്, അതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് പണികളൊന്നുമില്ല. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല, കുറച്ചെന്തോ ബയോളജി കുറച്ച് ഞാൻ എഴുതി, ബാക്കിയൊക്കെ ഇനി എഴുതാനും ഉണ്ട്. പിന്നെ എനിക്ക് ഏതായാലും തിരുമ്പിയതൊക്കെ മടക്കി വെക്കണം. പിന്നെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാനെന്തോ പറയാനും വിചാരിച്ചിട്ട്, പക്ഷെ എനിക്കതാന്ന് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഏതായാലും ഞാൻ തിരുമ്പിയൊക്കെ മടക്കി വെക്കട്ടെ, ഇനി ഫുഡൊക്കെ കഴിക്കാനുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡിന് എന്താ വെച്ചാൽ സാധാ ചോറും പിന്നെ ചമ്മന്തി പിന്നെ മാന്ത പൊരിച്ചത് പിന്നെ എന്തോ കറിയും ഉണ്ട്. അപ്പോൾ അതാ ഞാൻ നേരത്തെ നെല്ലിക്ക കിടന്ന് ചെത്തിയില്ലേനിയോ, അപ്പോൾ എന്തിനാ പറഞ്ഞാൽ അച്ചാറുണ്ടാക്കാനേനി. അപ്പം ഉമ്മച്ചി ഇത് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസമൊക്കെ കഴിയണം ഒന്ന് സെറ്റ് ആവണമെങ്കിൽ. അപ്പോൾ ഏതായാലും ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അച്ചാർ തിന്നണമെന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ നെല്ലിക്ക ആയതുകൊണ്ട് എനിക്ക് എന്താ തിന്നണമെന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നെല്ലിക്ക വെച്ചിട്ട് അച്ചാറുണ്ടാക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ TV കാണാണ്, ഒരു ഫിലിമാണ് കാണുന്നത്. ഇത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഇത്തിരി കണ്ടതാണ്, പിന്നെ ഞാൻ ഇത്തിരി കുറച്ചും കൂടി കാണാനുണ്ട്. എന്തോ അണുകുടുംബം അങ്ങനെ എന്തോ വെച്ചാണ്, അടിപൊളി ഫിലിം. ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഞാൻ നല്ല ഉറക്കുറങ്ങി. പിന്നെ ഇപ്പോൾ വന്ന് ഇന്നൊന്ന് തട്ടി നീപ്പിച്ചപ്പോഴാണ് ഫിലിമൊക്കെ ഇങ്ങനെ പോയിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.